ഹലോ, എല്ലാവർക്കും ഗിരീഷ് കുമാർ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കർണാടകയിലെ ഹംപിക്ക് സമീപമുള്ള കൊപ്പൽ ജില്ലയിലെ തടാകമായിട്ടുള്ള പമ്പാ സരോവരത്തിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. പമ്പാ സരോവരം തുംഗഭദ്ര നദിക്ക് തെക്ക് വശത്തായി സ്ഥിതിപ്പെടുന്ന ഒരു തടാകമാണ്. ഹിന്ദുക്കൾ പവിത്രമായി കാണപ്പെടുന്ന ഈ തടാകം ഇന്ത്യയിലെ 5 വിശുദ്ധ തടാകങ്ങളിലൊന്നാണെന്നാണ് കരുതപ്പെടുന്നത്. അതിനെ പഞ്ചസരോവരം എന്നാണ് അറിയപ്പെടുന്നത്. മാനസരോവരം, ബിന്ദു സരോവരം, നാരായൺ സരോവരം, പമ്പാ സരോവരം, പുഷ്കർ സരോവരം എന്നിങ്ങനെയാണ് പഞ്ചസരോവരങ്ങൾ. ഹിന്ദു പുരാണങ്ങളിൽ പമ്പാ സരോവരം ശിവൻ്റെ പത്നിയായ പാർവതി ശിവനോടുള്ള ഭക്തിയുടെ അടയാളമായി തപസ്സനുഷ്ഠിച്ച സ്ഥലമായി കരുതപ്പെടുന്നു. രാമായണത്തിൽ രാമൻ്റെ ഭക്തിയായ ശബരി രാമൻ്റെ വരവിനായി ഈ തടാകത്തിനരികിൽ കാത്തിരുന്നതായും സൂചിപ്പിക്കപ്പെടുന്നു. ഏതായാലും വളരെ മനോഹരമായി കാണപ്പെടുന്ന ഈ പ്രദേശം എല്ലാവരും വന്ന് കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. ആ തടാകം മാത്രമല്ല, തടാകത്തോട് ചേർന്ന് അമ്പലം, ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യപ്പെടുന്നുണ്ട്. നമുക്ക് കാണാനും ഫോട്ടോസൊക്കെ എടുക്കുവാനും വീഡിയോ ഒക്കെ എടുക്കുവാനും വേണമെങ്കിൽ ഒരു വെഡ്ഡിങ് ഷൂട്ടിനൊക്കെ ഉള്ള എല്ലാ സാഹചര്യങ്ങളും, എല്ലാ സാധ്യതകളും എന്താണ് ഇവിടെ കണ്ടില്ലേ? ആ കൽത്തൂണുകൾ, ഹംപിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെയുള്ള കൽത്തൂണുകളാണ്. ഈ കൽത്തൂണുകൾ നമുക്ക് വളരെയധികം ആശ്ചര്യപ്പെടുത്തുന്ന തരത്തിലുള്ള കൊത്തുപണികളും അതേപോലെ അതിസങ്കീർണമായിട്ടുള്ള അതിദീർഘങ്ങളായിട്ടുള്ള കൽശില്പങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പണിഞ്ഞു തീർത്തു എന്നുള്ളതാണ് ഇപ്പോഴും മനസ്സിലാവാത്തൊരു സംഭവം. ഇത് എത്ര സമയമെടുത്ത് കാണും ഇതൊക്കെ പണിഞ്ഞു തീർക്കുവാൻ? നമുക്കൊരു വല്ലാത്തൊരു അത്ഭുതമാണ്. ഹംപി നമ്മുടെ ഇന്ത്യയിലുള്ള ഓരോ ജനങ്ങളും ഒന്ന് കണ്ടിരിക്കേണ്ട ചരിത്രപരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. എല്ലാവരും ഹംപിയിലേക്ക് എത്തുക. ഹംപിയിലേക്ക് പോകുന്നതിനെക്കുറിച്ചുള്ള യാത്രകളെക്കുറിച്ചുള്ള വിശദമായ വിശദീകരണങ്ങൾ എന്നെ വിളിച്ചാൽ ഞാനത് പേഴ്സണലായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.